ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാല് രാഹുലിനെ ഇപ്പോൾ ഈ പെണ്ണ് കേസിൽ കോൺഗ്രസിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്. അതായത് ഞാൻ ഈ കംപ്ലീറ്റ് ന്യൂസും പൊളിറ്റിക്കലും ഒക്കെ ഇച്ചിരി ആഗ്രഹമുള്ള കൂട്ടത്തിലായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കും. ഈ കിങ്ങിണിക്കുട്ടൻ, അതായത് കരുണാകരന്റെ മോനും ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ഇവന്മാരൊക്കെ പരസ്യമായിട്ട് ഉടനടി ഇല്ലാതെ പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവന്മാര് രാഹുലിനെ തള്ളി പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തന്നെയാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വരുന്ന മൂന്നാമത്തെ ബലാത്സംഗ പരാതിയാണിത്. പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ പരാതിയാണിത്. ഇതിനു മുന്നേ ഉള്ള രണ്ട് കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാഹുലിന് ജാമ്യം കൊടുത്തത്. എന്തായാലും ഇപ്പോൾ മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാണ്. അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത്. അതുപോലെ തന്നെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്തായാലും ഈ ഒരു കേസും നിലനിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം അതുപോലുള്ള ഒരു കേസ് തന്നെയാണ്. ഇതിനു മുന്നേ വന്ന രണ്ട് കേസുകൾ എങ്ങനെയാണോ സമാന രീതിയിലുള്ള ഒരു കേസ് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സ്ത്രീകളുടെ തന്നെ പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇതിനു മുന്നേ രണ്ട് പീഡന പരാതി വന്നു, അതും ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. മൂന്നാമത് വന്നതും അതുപോലെ തന്നെ ഉള്ളൊരു പരാതിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരുപാട് സ്ത്രീകൾ രാഹുലിന് പിന്തുണയായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ഒരു സ്ത്രീയുടെ വോയിസ് ഒന്ന് കേൾക്കാം. ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാല് രാഹുലിനെ ഇപ്പോൾ ഈ പെണ്ണ് കേസിൽ കോൺഗ്രസിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്. അതായത് ഞാൻ ഈ കംപ്ലീറ്റ് ന്യൂസും പൊളിറ്റിക്കലും ഒക്കെ ഇച്ചിരി ആഗ്രഹമുള്ള കൂട്ടത്തിലായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കും. ഈ കിങ്ങിണിക്കുട്ടൻ, അതായത് കരുണാകരന്റെ മോനും ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ഇവന്മാരൊക്കെ പരസ്യമായിട്ട് ഉടനടി ഇല്ലാതെ പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവന്മാര് രാഹുലിനെ തള്ളി പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഈ ഉണ്ണിത്താനെ ഉടനടി ഇല്ലാതെയല്ലേ നാട്ടുകാരെ പിടിച്ചു കൊടുത്തത്. എന്നിട്ട് അവന്റെ ഒരു ശീലാവധി ചമയക്കം, പിന്നെ കരുണാകരന്റെ മോൻ, ഈ കരുണാകരന്റെ മോനെ ഇവന്മാരൊക്കെ എവിടെ കോൺഗ്രസിന് വേണ്ടി എന്ത് ചെയ്ത ആൾക്കാരാണ്? ഈ മുരളീധരൻ എത്ര വിക്കറ്റിന് പോയിരിക്കുന്നു, എത്ര ഇതിന് പോയിരിക്കുന്നു, ഒന്നിനും പോയിട്ടില്ല. ഇവന്മാരൊക്കെ അതായത് മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് വന്ന കിങ്ങിണിക്കുട്ടനും, പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ നല്ല പ്രാസംഗികനൊക്കെ ആയിരുന്നു, അത് കേട്ടിട്ടുണ്ട്. ബട്ട് ഈ പ്രശ്നത്തിൽ അവന്റെ ഒരു അഭിപ്രായം കേട്ടപ്പം വല്ലാത്ത സങ്കടവും കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ വി.ഡി. സതീശന് അവനെതിരെയും ഒരുത്തി വന്നായിരുന്നല്ലോ, അന്ന് സാറ് കാണിക്കുകയും ചെയ്തായിരുന്നു. ഒരുത്തി ഇവൻ എന്തോ ചെയ്തെന്നൊക്കെ സാറ് കാണിക്കുകയും ചെയ്തായിരുന്നു. ഇവൻ ഇപ്പം 10 വർഷം കൊണ്ട് ഇവൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കും, നേതാവായതുകൊണ്ട് ഇവൻ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നൊന്നുമില്ല. അവന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നാലും മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രിവിലേജോടും കൂടി ഇരിക്കാൻ പറ്റും. അപ്പൊ ഈ കോൺഗ്രസിനെ ഇന്നത്തെ അവസ്ഥയിലാക്കിയത് ഇവന്മാരൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് ഒരു 31 വയസ്സുള്ള ഒരു മകനുണ്ട്. ഞാൻ അതേപോലെയാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ സാറ് പറയുന്ന പോലെ മാങ്കൂട്ടത്തിനെ കണ്ടിട്ട് പോലെ ഇതുവരെ. പക്ഷേങ്കില് അവനൊരു ചെറുപ്പക്കാരനല്ലേ. അവനോട് ഇതേപോലെ പെണ്ണുങ്ങൾ പോയിട്ട് പിന്നെ ശൃംഗരിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ പോയി ഏത് ആമ്പിള്ളേരാണ് അവന് മറുപടി കൊടുക്കാത്തത്? അവന്റെ പ്രായത്തിൽ അത് തെറ്റെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തെറ്റെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ചെറുക്കനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ പണ്ടാര കിളവന്മാരിരുന്നുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ്. അതാണോ? അപ്പൊ എനിക്ക് നമ്മളെ സാറിനെ വിളിക്കുന്ന പലരും പറയുന്നത് കേട്ടു കോൺഗ്രസിനോട് വെറുപ്പാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് എന്റെ അഭിപ്രായം അനുസരിച്ച് കോൺഗ്രസിനെ അല്ല സാറെ വെറുക്കേണ്ടത്, കോൺഗ്രസിനെ. കാരണം നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇനി കോൺഗ്രസിലെ കാണുന്നുള്ളൂ. നമ്മളെ പോലെ നേരെ ചിന്തിക്കുന്നവർ, മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല. പക്ഷെ കോൺഗ്രസ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കുറെ കടൽക്കിഴവന്മാരെ തോപ്പിക്കുക വേണ്ടിയത്. അപ്പൊ അത് സാറ് ഇതിനെ കുറിച്ചുള്ള ഇതൊക്കെ സെഗ്മെന്റ് ചെയ്യുമ്പോൾ ഒന്ന് പറയേണ്ടത് കോൺഗ്രസിനെ അല്ല നമ്മൾ തോപ്പിക്കേണ്ടത്. അതായത് കെ.കച്ചൻ, ഈ ഉണ്ണിത്താൻ, ഈ കിങ്ങിണിക്കുട്ടൻ, ഇവന്മാരെ പോലെ, അതുപോലെ രമേശ് ചെന്നിത്തല, ഇതുപോലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കുറെ ആൾക്കാർ എവിടെയെങ്കിലും നിൽക്കില്ല. അവരെ തൂത്തുവാരി കളഞ്ഞിട്ട് ഈ യുവതലമുറയെ കൊണ്ടുവന്നാലേ നമ്മുടെ കോൺഗ്രസിന് രക്ഷപ്പെടത്തുള്ളൂ, ഇന്ത്യ രക്ഷപ്പെടത്തുള്ളൂ. അല്ലാതെ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഇനി ആകെപ്പാടെ നമുക്കൊക്കെ പ്രതീക്ഷയുള്ളത് കോൺഗ്രസിലാണ്. പക്ഷെ ഇവന്മാര് കോൺഗ്രസിനെ നശിപ്പിക്കും. ഈ കെ.കച്ചൻ എന്ന് പറഞ്ഞവൻ എനിക്ക് ഡേറ്റോ സംഭവങ്ങളോ ഒന്നും പറയാൻ പറ്റുന്നില്ല. കുറെ മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഇയാള് പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഒരിടത്തുനിന്ന്, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയിലിൽ നിന്നോ അങ്ങാണ്ടോ എന്തോ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ കാല് വയ്യാത്ത നിലത്ത് കിടന്ന് എഴയുന്ന ഒരു സ്ത്രീ ഇയാൾക്കൊരു അപേക്ഷ എങ്ങാണ്ടോ കൊടുക്കാൻ ഒരു പേപ്പർ പൊക്കിയപ്പോ ഇവൻ ചോദിക്കുക ഇവരെ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടെന്ന്. എനിക്ക് ആ രംഗം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല.
കാരണം അവരുടെ ഭർത്താവ് അതിനകത്തെങ്ങാണ്ട് ഉണ്ട്. അപ്പൊ അയാളെ ഒന്ന് കാണാനോ ഇറക്കാനോ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഒരു പേപ്പർ നീട്ടിയത്. അപ്പൊ ഇവന്റെ അപ്പുറം ഇപ്പുറം ഓരോരുത്തരുണ്ട്. അപ്പൊ ഇവൻ ചോദിക്കുകയാണ്, ഇവരാരാ ഇങ്ങോട്ട് കടത്തി വിട്ടേന്ന്. അന്ന് എനിക്ക് ഇവനെ വെറുത്തതാണ്. ഇവനൊക്കെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴാണെങ്കിൽ. അന്ന് ഞാൻ ഇവൻ ഇങ്ങനെയുള്ളവനാണെങ്കിൽ, ഇവൻ നാളെ അധികാരത്തിൽ വരുവാണെങ്കിൽ ഇവനോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം സഹായിച്ചു കൊടുക്കുവോ? ഒന്ന്. രണ്ടാമത് പിന്നെ ഇന്നേ വരെ സാറേ, എനിക്ക് 55 വയസ്സുണ്ട്. ഇന്നേ വരെ ഒരു MLA-യും വാർഡ് ഇലക്ഷനില് വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ഒരു സംഘടന ഞാൻ കണ്ടിട്ടില്ല. പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇവൻ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി. അതുപോലെ തന്നെ ഒരു വരണാധികാരി ഇത് പത്രിക സ്വീകരിക്കാതെ ഇരുന്നപ്പോൾ അന്നേരം ഫൈറ്റ് ചെയ്തു. അതായത് നിയമങ്ങൾ പറഞ്ഞ് ഫൈറ്റ് ചെയ്തു. അവരെ കൊണ്ട് മേടിപ്പിച്ചു. ഏതെങ്കിലും ഒരു MLA ഈ കേക്കച്ചന്റെ മണ്ഡലത്തിൽ തന്നെ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നവരുടെ പത്രിക പോലും തള്ളിപ്പോയി. അതായത് മണ്ടത്തരം, ഒരു ഫോം പോലും പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാത്തതിനെ തുടർന്ന് അതുപോലെ മണ്ടത്തരം കാണിച്ച് അവസരം ഉണ്ടാക്കി. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഇതുപോലെ ഇവരെ ഇതുപോലെ ശോഭകേട് ചെയ്ത് നാണം കെടുത്തിട്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ പോലും ഇവൻ അതുപോലെ ആത്മാർത്ഥമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു. അതുപോലെ ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനെ നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കേരളം ഒട്ടുക്കും വിജയിപ്പിക്കണം ആത്മാർത്ഥതയോട് കൂടിയാണ് ആ പയ്യൻ നിന്ന് ജോലി ചെയ്യുന്നത്. പക്ഷെ അതിന് അതായത് ഇവന്മാരെ വിചാരം ഇവന്മാരെന്തോ ഒരു സംഭവമാണ്. ഇന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു, കേക്കച്ചൻ പറഞ്ഞതായിട്ട് കേരളം മൊത്തം ഇളകി വന്നാൽ എന്റെ അഭിപ്രായം കേരളമല്ല ഇവന്റെ തന്തയുടെ മുതലാണോ? കേരളം മൊത്തം ഇവന് കൊടുത്തിട്ടുണ്ടോ? അറബിക്കടൽ ഇരമ്പി വന്നാലും അറബിക്കടലിരുമ. പക്ഷെ ഇവന്റെ വിചാരം ഇവൻ ആരെന്നാണ് ഇവന്റെ. അതേപോലെ വേറൊരു യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോ ഇവൻ വന്ന് പറയുന്ന ഒരു രംഗം TV ന്യൂസ് കാണിച്ചപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴോ എന്നൊക്കെ. സാറിന് ഇതിനെ കുറിച്ചല്ല ഒരുപക്ഷെ അറിയായിരിക്കും, കാരണം ഇതുപോലെ തന്നെ ന്യൂസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴോ എന്ന് പറഞ്ഞ് ഇവൻ ആരാണെന്നാണ് ഇവന്റെ വിചാരം. ഇവൻ ആരെ ഇവനെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചത് ആരാണ്? ഇവൻ ഒരു കൊടി പിടിച്ചതുവരെ കണ്ടിട്ടില്ല. ഒരു ചാനലിൽ വന്നിന്ന് കോൺഗ്രസിന് അനുകൂലമായിട്ട് കോൺഗ്രസിനെ മറ്റുള്ളവർ വന്ന് കിടന്ന് തെറി പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് ഇവന്മാരാരും പറഞ്ഞു കേട്ടിട്ടില്ല. ഒന്നുമില്ല സാറേ. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒന്ന് ഷാഫി പറമ്പിൽ, ഒന്ന് ജിൻഡോ. ഞാൻ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരാളാണ് ജിൻഡോ ജോണ്. പിന്നെ അബിൻ വർക്കിയും കൂടെ ചേർന്നിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അബിൻ വർക്കിയും കൂടെ ചേർന്നിട്ടാണെന്ന് പറയുന്നു. ഇനി ഇൻ കേസ് അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അബിൻ വർക്കി, ജ്യോതികുമാർ ചാമക്കാല, രാജു P. നായർ ഇവരൊക്കെയാണ് ചാനലിൽ വന്നിരുന്ന് കോൺഗ്രസിന് വേണ്ടിയിട്ട് അവരാണ് വാദിക്കുന്നത്. ഈ പറഞ്ഞ യുവമാരാരെങ്കിലും ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലും ഒന്ന് വാദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഈ പിള്ളേരില്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസ് ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ കോൺഗ്രസിന്റെ മൊത്തം, അതായത് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ മുതൽ കോൺഗ്രസിന്റെ ചോറ് തിന്നും കുടിച്ചു ഉടുത്തും വളർന്ന ആന്റണിയുടെ മോനെ പോലുള്ളവന്മാരൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് അവന്മാർ അടുത്തടം തേടി പോവുകയും ചെയ്തു. പക്ഷെ ഈ പിള്ളേരൊക്കെ ഈ ഇടിയും കേസും വഴക്കുമായിട്ട് ഈ കോൺഗ്രസിൽ തന്നെ കിടക്കുന്നു. ഇവന്മാരെയൊക്കെ ഈ കളവന്മാരെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഈ പിള്ളേരെയൊക്കെ ജയിപ്പിച്ചു വിട്ടാലേ നമ്മുടെ കോൺഗ്രസിന് ജയിക്കത്തുള്ളൂ. അതായത് അധികാരത്തിൽ വരാൻ പറ്റും. അടൂർ പ്രകാശ് എനിക്ക് തോന്നുന്നു നമ്മുടെ രാഹുലിനെ ഒരു സൈഡ് ചേർന്നാണ് സംസാരിക്കുന്നത്. തുടക്കം മുതൽ അദ്ദേഹം വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നിലപാടാണ് എടുത്തേക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പിള്ളേർ. ഇപ്പൊ തന്നെ സാറിന് ആലോചിക്കുക, ഈ പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവർ തള്ളി BJP-ക്കാരെ വാഗ്ദാനമായിട്ട് ഭരണാധികാരം സ്വീകരിച്ചില്ലെങ്കിൽ അന്ന് രാഹുൽ നിയമം പറഞ്ഞ് അതുകൊണ്ട് അത് സ്വീകരിച്ചു. അപ്പൊ ഇവന്മാരിപ്പോ പറയുന്നത് ഞങ്ങളുടെ അനുമതി ഇല്ലാതെ ആള് കാണിക്കാൻ പോയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് രാഹുൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ കാലത്ത് തള്ളപ്പെട്ടു പോയേനെ. ഇതൊക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഈ അവസ്ഥ. ഈ കോൺഗ്രസിനെ സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കി എന്റെ അഭിപ്രായം അനുസരിച്ച് സാറേ ഈ പിള്ളേരെയൊക്കെ, അതായത് ഈ യുവജനതയൊക്കെ അവരെയൊക്കെ ജയിപ്പിച്ചിട്ട് ഈ കിളവന്മാരെയൊക്കെ തോപ്പിക്കണം. ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിലാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമ്പയിൻ നടത്തണം സാർ. കാരണം സപ്പോർട്ടായിട്ട് ഞങ്ങളെ പോലുള്ളവരുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ IT ന്യൂസ് കാണുന്നത്, ഇങ്ങനെ അഭിപ്രായം പറയുന്നത്. കാരണം പക്ഷേ ഞാൻ ട്രൈ ചെയ്തിരുന്നു വിളിക്കാൻ, പക്ഷെ കിട്ടിയില്ല. ഇപ്പൊ ഏതായാലും വിളിച്ചതാണ്. ഇതുകൊണ്ടൊന്നും നിർത്തണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൽ കുറെ അഴുക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ നശിപ്പിച്ച് ശവപ്പെട്ടിയിലാക്കി അടിച്ച് കവറിൽ കൊണ്ട് വെച്ചിട്ട് യുവമാരൊക്കെ പോകത്തുള്ളൂ. കാരണം ഇവർക്ക് പോകാൻ ഇടങ്ങളുണ്ട്. ഇവർക്ക് പാർട്ടി പ്രശ്നം. സാറ് ചിന്തിക്കുന്നുള്ള BJP-യിലെ ഒരാൾ അല്ലെങ്കിൽ RSS-ലെ ഒരാൾ എന്ത് തെറ്റ് കാണിച്ചാലും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കും.
മാർക്സിസ്റ്റ് പാർട്ടിയിലും അതുപോലെ തന്നെയാണ്. എന്ത് തെറ്റ് കാണിച്ചാലും ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്നതിന്റെ ഇരട്ടി കാര്യങ്ങളാണ് അവരെ കുറിച്ച് പുറത്തോട്ട് വരുന്നത്. പക്ഷെ അവരെ അവിടുത്തെ പെണ്ണുങ്ങൾ പോലും, അതായത് വനിതാ അംഗങ്ങൾ പോലും തള്ളിപ്പറയുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം വന്ന ഉടനെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, എന്തിന് ഇതെല്ലാം ഇവന്റെ എന്താ പറഞ്ഞ ചെരുപ്പിന്റെ വാറ് അഴിക്കാൻ നിൽക്കുന്നവര് എന്തെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവനെ താങ്ങി നിന്നാൽ വല്ല സീറ്റും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇവന്റെ കുറെ സിൽബന്ധികൾ. ആയിരിക്കും. അത് ശരിയാ, സാർ പറഞ്ഞാൽ ശരിയാ. അതുപോലെ തന്നെ വിധവ എന്നുള്ള ലേബലിൽ കയറിയതാ ഉമാ തോമസ് എന്താ കോൺഗ്രസിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? എത്ര കൊടി പിടിച്ചിട്ടുണ്ട്, എത്ര അടി എന്താ? ഇവരൊക്കെയാണ് രാഹുലിന്റെ പേര് കേട്ടപ്പോഴത്തേനോ തള്ളി. വേറെ ഒരു പാർട്ടിയിലും ഇങ്ങനെയില്ല. എന്തൊക്കെ ചെയ്താലും മറ്റു രണ്ട് പാർട്ടിക്കാരും അവരുടെ ആൾക്കാരെ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യുക, അവർ തെറ്റുകാരാണെന്ന് അറിഞ്ഞിട്ടു. പക്ഷെ ഈ ചെറുക്കന്റെ കാര്യം വന്നപ്പോ തന്നെ അങ്ങനെ ചെയ്യണം. രാഹുലിനെ തൂക്കിക്കൊല്ലാനാണ് ഇവരൊക്കെ നിൽക്കുന്നത്. രാഹുൽ ആ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എന്ത് തെറ്റ് ചെയ്തു എന്ന് എന്നെ പോലെ ചിന്തിക്കുന്ന അമ്മമാർക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ രാഹുലിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നോട് സത്യം പറഞ്ഞാൽ ഞാൻ രാഹുലിന്റെ അമ്മയാണെങ്കിൽ ഞാനിപ്പം ആദ്യം പ്രവർത്തകരെ കണ്ടേനെ. എന്റെ മോനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്ന തെറ്റാണ്. ഒരു പെണ്ണ് അവന്റെ പ്രായത്തിൽ അവനോട് ശൃംഗരിക്കാൻ അവന്റെ സൗന്ദര്യമോ അവന്റെ ആരോഗ്യം കണ്ടുകൊണ്ട് ഒരു പെണ്ണ് പോയി കഴിഞ്ഞാൽ അവനെന്നല്ല ലോകത്തിലെ ഏതാണുങ്ങളാണ് ശൃംഗരിക്കാതിരിക്കുന്ന? എന്നാ പിന്നെ അവനാണല്ലെന്നല്ലേ പറയൂ. എനിക്കുകൊണ്ട് അതേ പ്രായത്തിലെ ഒരു മോന്. പക്ഷെ ആ ചെറുക്കനെ ഉന്മൂലനം ചെയ്യാനാണ് കോൺഗ്രസ്സുകാരാണ് ഇതിന്റെ ഏറ്റവും വലിയ പറയുക സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണത്. അത് കേക്കച്ചൻ വി ഡി സതീശൻ തന്നെയാണ് അവന്റെ ഞാൻ എന്നുള്ള അഹങ്കാരം, അതായത് ഞാനാണ് വലുത് എന്നുള്ള അഹങ്കാരമാണ്. ഇവൻ മുഖ്യമന്ത്രി എങ്ങനെ ഇരിക്കും സാറേ കേരളത്തിന്റെ അവസ്ഥ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇവനെ കൊണ്ട് നേട്ടം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. രാഹുൽ ഗാന്ധി പാവം കോൺഗ്രസിനെ പച്ചപിടിപ്പിക്കാൻ ഇന്ത്യയുടെ ഒരറ്റം തൊട്ട് ഒരറ്റം വരെ നടന്ന്, അതായത് ജീവിതം തന്നെ കളഞ്ഞ് നടക്കുന്ന ഒരു വേളയിലാണ് ഇവിടെ അവന്മാർ കോൺഗ്രസിനെ ശവപ്പെട്ടിയിലാക്കാൻ നോക്കുന്നത്. ഇവന്മാരെന്ത് നമുക്ക് കോൺഗ്രസിന്റെ അവസ്ഥ ഓർക്കുമ്പോഴും ഇപ്പം പോട്ടെ, കോൺഗ്രസിന് ഒന്ന് നമുക്കിപ്പോ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് കയറി വരാൻ തക്കനെ പ്രാപ്തിയുള്ള പിള്ളേരോട് ഇവിടെ പ്രവർത്തിക്കാൻ, ആ പിള്ളേരെയാണ് അക്കൗണ്ടുമാർ ഒതുക്കുന്നത്. സങ്കടമുണ്ട്. ഈ രാഹുൽ വിഷയത്തെ കുറിച്ച് തന്നെയാണ്. ഈ രാഹുൽ വിഷയം തീരുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടിനെ ഇരുത്തിയതുപോലെ, ഉമ്മൻചാണ്ടിയെ പെണ്ണ് കേസിൽ ഇരുത്തിയതുപോലെ സ്വകാര്യം ചെവിച്ചെന്ന് പറഞ്ഞു. അത് പ്രത്യേക പ്രേമബന്ധം ഉള്ളതുകൊണ്ടാണെന്നും പറഞ്ഞാണ് ആ മനുഷ്യനെ ക്രൂശിലേറ്റിയതുപോലെ രാഷ്ട്രീയ ഭാവിയുള്ള കേരളത്തിൻ്റെ നല്ലൊരു തലയെ വെട്ടിക്കീറുക എന്നുള്ളതാണ് ഇതിൻ്റെ സത്യമായ ഒരു കാര്യം. 2, ഈ പെണ്ണ് നഗ്നമായി വെളിയിട്ട് വരട്ടെ. ഇവള് സ്ത്രീ വിവാഹങ്ങൾക്കും കുടുംബ ജീവിതക്കാർക്കും ഏറ്റവും അപമാനം പിടിച്ച ഒരു സ്ത്രീയാണ്. ഇവൾക്ക് ഇവളുടെ ഭർത്താവിൻ്റെതായ കൊടിയ പീഡനം ഉണ്ടെങ്കിൽ പഴയകാല ചരിത്രമല്ല, ഞങ്ങളുടെയൊക്കെ കാലത്തിൻ്റെ അല്ല. ഇവൾക്ക് 1, 2, 3 ഇവൾക്ക് ഡൈവേഴ്സ് എടുക്കാം. അവന് സ്വത്തുണ്ടെങ്കിലും മേടിച്ചെടുക്കാം. ഓക്കെ, അതാണ് അവൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരു ചെറുക്കനെ വിളിച്ചു വരുത്തി അവൾ ഗർഭം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് വെറും കെട്ടിച്ചമയാണ്. വെറും ഈ സ്ത്രീ സരിത കാണിച്ചതുപോലെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് CPM എടുത്ത ഒരു തീരുമാനമാണെങ്കിൽ, CPM അല്ല കോൺഗ്രസിലെ സമുന്നത നേതാക്കന്മാരെടുത്ത ഒരു തീരുമാനമാണെങ്കിൽ, ഒന്നിച്ചെന്നുള്ള തീരുമാനമാണെങ്കിൽ, ഇവനെ എങ്ങനെയെങ്കിലും പറിച്ചെറിയുക എന്നുള്ള ഒരു പൂർണ്ണ അജണ്ടയോട് കൂടിയാണ് ഇവർ പുറത്തിറങ്ങിയിരിക്കുന്നത്. പിന്നത്തെ കാര്യം പറഞ്ഞാൽ, ഈ കോൺഗ്രസിൻ്റെയും ഈ CPMൻ്റെയും അല്ലെങ്കിൽ കേരള യുവാക്കൾ അല്ലെങ്കിൽ ജനങ്ങളിൽ ഈ വ്യഭിചാരം ചെയ്യാത്ത ഒരു 10 പുരുഷന്മാരെ മാറ്റി നിർത്താവോ? അല്ലെങ്കിൽ അത് ആ വഴിയെ ചിന്തിക്കാത്തവരെ ഒന്ന് മാറ്റി നിർത്താവോ? പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം അവൾ കൊണ്ടേ പോകൂ എന്ന് പറയാനുള്ള, അവൾ ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീ എന്തിനാണ് ഈ ഇത്രമാത്രം ദുരൂഹമായ കാര്യങ്ങളിൽ അവൾ ഏർപ്പെട്ടത്? അല്ലെങ്കിൽ അത് ഒളിച്ചു തന്നെ അവൾ വെക്കേണ്ടതാണ്. ഭർത്താവ് അറിയാതെ അവൾ ഒളിച്ചു ചെയ്ത കാര്യം അവൾ ഒളിച്ചു തന്നെ വെക്കേണ്ട. അതിന് രാഹുൽ മാങ്കൂട്ടത്ത് എന്ത് ചെയ്യണം? ഒരു സ്ത്രീക്ക് ആവശ്യമാണെങ്കിൽ അത് നടത്തി കൊടുക്കാന്നുള്ളത് ആ പുരുഷന്റെ പുരുഷത്വമാണ്, അല്ലേ? അത് അവൾ അനുവദിക്കാതെ ആ പുരുഷൻ അതിന് പോവോ? ഇല്ല, ഒന്നും പോവില്ല. ഇവളെ കൈകാര്യം ചെയ്യേണ്ടത് കേരളത്തിലെ സ്ത്രീ സമൂഹങ്ങളാണ്. ഇനി ഒരു നേതാക്കന്മാരെയോ ഒരു പുരുഷനെയോ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ കീറിക്കളയാൻ പാടില്ല എന്നുള്ള വേണ്ടത് കേരളത്തിലെ സ്ത്രീജനങ്ങളാണ് മുന്നോട്ട് ഇറങ്ങേണ്ടത്. അമ്മമാരാണ് ഇറങ്ങേണ്ടത്. അല്ലാതെ ഇത് കോടതിയോ നീതി എന്ന് പ്രശ്നം ഇലക്ഷൻ വരുംതോറും അത് കൂടി വന്നുകൊണ്ടിരിക്കുക. ഇലക്ഷൻ വരുംതോറും അവനെ ഡിസ്ട്രോയ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുക. ഇനി പുറകെ ഷാഫിയുടെ പൊക്കും. 3-4 നേതാക്കന്മാരുണ്ടല്ലോ നന്നായിട്ട് കേരളത്തെ കൊണ്ടുപോകുന്നതുണ്ട്. ഫിറോസ് ഉണ്ട്. ഫിറോസിനെ
എനിക്കറിയില്ല എങ്കിലും പേര് കേട്ടിട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മോനെ എനിക്ക് ശരിക്കും അറിയാം. ഇനിയിപ്പോൾ അവനെ എന്നാണോ പറഞ്ഞ് കേൾപ്പിക്കണമെന്ന് അറിയില്ല. കുഴൽനാടനെ വ്യക്തിത്വമുള്ള, അറിവുള്ള, എന്നുവെച്ചാൽ അവനും ലോ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആരെയും ഭയപ്പെടാത്തൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുണ്ട്. കുഴൽനാടനുണ്ട്, ഷാഫിയുണ്ട്. ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ നേതാക്കന്മാരെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് മാത്രമായി പ്രവർത്തിക്കുന്ന ഈ നേതാക്കന്മാരെ ഇനി ഏതൊക്കെ കാര്യത്തിലാണ് ഇവർ ഒതുക്കാൻ പോവുക? അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീ സമൂഹം തന്നെയാണ്. കാരണം നമ്മൾ പല പീഡന പരാതികളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടുപേരും ഇഷ്ടത്തോടു കൂടി ചെയ്തൊരു സംഭവമാണ്. അതിപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അതൊരു പീഡനമാണ് എന്നുള്ളൊരു പരാതിയായിട്ട് ഈ 3 അതിജീവിതകളും രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെ കരുതി കൂട്ടി ചെയ്തതാവണം. ഇവളുമാർ ഈ കല്യാണം കഴിച്ച ഇവളുമാർ എന്തിന് ഇയാളെ വിളിച്ചു, അല്ല ഇയാളെ കാണണമെന്ന് പറഞ്ഞു? അപ്പോൾ ഇവർ ചതിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താക്കന്മാരെയാണ്. എന്നിട്ട് അത്രയും തെറ്റ് ചെയ്തിട്ട് രാഹുൽ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സ്ത്രീകൾ ആരും അയാളെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീ സമൂഹം തന്നെ ഒരു അതിജീവിതനോടൊപ്പം നിന്നുകൊണ്ട് അതിജീവിതയെ ഇത്രയധികം വിമർശിക്കുന്നത്.